1987 ജൂൺ 24. അതെ, അന്നാണ് അവൻ ജന്മം കൊള്ളുന്നത്. 11-ാം വയസ്സിൽ തന്നെ ഗ്രോത്ത് ഹോർമോൺ ഡെഫിഷ്യൻസി എന്ന് പറയുന്ന മാരകമായ രോഗം അദ്ദേഹത്തിന് ബാധിക്കപ്പെട്ടു. ചെറിയ പ്രായത്തിൽ തന്നെ ഈ രോഗം ബാധിച്ചത് കൊണ്ട് ഡോക്ടർമാർ വരെ വലിയ വില വീശി. അതായത് ഒരു മാസം $900 വരെ ആവശ്യം വരും. പക്ഷേ ആ കുടുംബത്തിന് അത് താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ അച്ഛൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ആ വരുമാനം കൊണ്ട് മകനെ ചികിത്സിച്ചു. പക്ഷെ അന്ന് ആശുപത്രി കട്ടിൽ കിടക്കുമ്പോഴും അവന്റെ മനസ്സിൽ ഒരൊറ്റ ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നു, ഒരു ഫുട്ബോൾ താരമാവണം എന്നുള്ളത്. അന്ന് ഡോക്ടർമാർ അവരെ കൈവിട്ട ഇടത്തെ കാലം കൊണ്ട് ഇന്നവൻ ഫുട്ബോളിൽ മായാജലം കാണിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതെ, അർജന്റീനയാണ് ആ രാജ്യം, റൊസാരിയോയാണ് ആ ഗ്രാമം. അതേ മനസ്സിലായി കാണും അദ്ദേഹത്തെക്കുറിച്ച്. യെസ്, ഐ ടോക്ക് അബൌട്ട് ഹിം, ലയണൽ ആൻഡ്രിയസ് മെസ്സി. സ്പെയിനിലൊരു ക്ലബ്ബായ ബാർസലോണയ്ക്ക് വേണ്ടി 20 വർഷം കാലത്തോളം അദ്ദേഹം ഫുട്ബോൾ കളിച്ചു. അതെ, ആ സമയത്ത് 7 ബാലൻഡിയോർ പുരസ്കാരങ്ങൾ തുടങ്ങിയ മികച്ച അവാർഡുകൾ അദ്ദേഹം ഷോക്കേസിലാക്കി. രാജ്യമായ അർജന്റീനയ്ക്ക് വേണ്ടി ഫൈനലിസം, കോപ്പ അമേരിക്ക എല്ലാം നേടിക്കൊടുത്തു. ഒറ്റ കിരീടം കൂടി ബാക്കി. അതെ, ലോകകപ്പ് 2022 മാമാങ്കത്തിനായി അദ്ദേഹം ഇറങ്ങുന്നു. അർജന്റീനയുടെ മികച്ച പ്രതിഭാശാലികളൊക്കെ വിരമിച്ച് പോയത് കൊണ്ട് തന്നെ അർജന്റീനയുടെ ക്യാപ്റ്റൻ, അതായത് നായക സ്ഥാനം അദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെയായിരുന്നു. മെസ്സിയുടെ കയ്യിൽ. വേൾഡ് കപ്പിൽ ഇറങ്ങി. ആദ്യ മത്സരത്തിൽ സൗദി അറേബ്യയോട് 2-1 സ്കോറിൽ പരാജയപ്പെട്ടു. ഏറ്റ വിമർശനങ്ങൾ ചെറുതൊന്നുമല്ല. അർജന്റീന 30 കളികൾ അൺബീറ്റനായി വന്ന ആ കളികളൊക്കെ മറന്നേക്കി. ഇനി അങ്ങോട്ട് അർജന്റീനക്ക് വേൾഡ് കപ്പ് മോഹം മറന്നേക്കാം, മെസ്സിക്കും. അങ്ങനെ തളരുന്നവരല്ലായിരുന്നു അർജന്റീന ടീമുകൾ. അതെ, വെറുമൊരു മത്സരമാണ് ഗ്രൂപ്പിൽ നിന്ന് നഷ്ടപ്പെട്ടുള്ളത്. ബാക്കി എന്നും 2 മത്സരങ്ങൾ ബാക്കി. 2 മത്സരം അതിസുന്ദരമായി വിജയിച്ചുകൊണ്ട് അവർ റൗണ്ട് ഓഫ് 16ലും മികച്ച പ്രകടനം. അവിടെയും വിജയിച്ചു. ക്വാർട്ടറിൽ അവിടെയും വിജയിച്ചു. സെമിയിൽ അവിടെയും ക്രൊയേഷ്യയോട് വിജയിച്ചു. അടുത്തതായി ഫൈനൽ കളിക്കുവാനായി ലുസെൽ സ്റ്റേഡിയത്തിലേക്ക് ഫ്രാൻസിന്റെ എതിരാളികളായി കണ്ടുകൊണ്ട് അവർ കളത്തിലിറങ്ങി. മത്സരത്തിൽ ഉടനീളം മികച്ച പ്രകടനം നടത്തിയ മെസ്സിയും സംഘവും ഒടുവിൽ ആ കിരീടത്തിൽ മുത്തമിട്ടു. അതെ, ഇനി അദ്ദേഹത്തിന് നേടുവാൻ ബാക്കിയായി ഒന്നുമില്ല, എല്ലാം അദ്ദേഹം നേടിക്കഴിഞ്ഞു. ദ മജീഷ്യൻ ഓഫ് ഫുട്ബോൾ ലയണൽ മെസ്സി.